ഹലോ. ഇപ്പോൾ വൈകുന്നേരം ആയിട്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ എവിടേക്കല്ല, ബീച്ചിലേക്കാണ്. ബട്ടർ റോഡില്ലേ, ചുങ്കം. അപ്പോൾ അവിടെ ഒന്ന് പോകാൻ വിചാരിച്ച്. ഇന്ന് ഹർത്താലാണല്ലോ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്ത് അങ്ങനെ ഒന്ന് തോന്നി, അങ്ങനെ ഇറങ്ങിയതാ. അങ്ങനെ കാറ് കുറച്ച് ബാക്ക് എടുത്തിട്ട് വേണം കേട്ടോ, ഒന്ന് വളയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വളച്ച് ഞങ്ങളിതാ പോവുകയാണ്. കുണ്ടൂപ്പറമ്പാണിത്. കുറച്ച് ചളിയൊക്കെ ഉണ്ട് അവിടെ. പുതിയങ്ങാടി വഴിയാണ് പോകുന്നത്. പുതിയങ്ങാടി വഴി തന്നെ അധിക സമയത്തും ടൗണിലേക്കൊക്കെ ഞങ്ങൾ പോവൽ. പിന്നെ അവിടെ കടകളൊക്കെ ക്ലോസാണ്, ഹർത്താലാണല്ലോ. അങ്ങനെ ഞങ്ങളിത് അവിടെ ചുങ്കത്തെത്തിയിട്ടുണ്ട്. അവിടെ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ടല്ലോ, അവിടെ കുറച്ച് സമയം അവിടെ വണ്ടി അവിടെ ഗേറ്റ് അടച്ചതിനെ കൊണ്ട് അവിടെ ഇരിക്കേണ്ടി വന്നു. പിന്നെ അതിലിടയ്ക്ക് കാറിൻ്റെ ഗ്ലാസ്സിന് ഒരു കംപ്ലൈൻറ്റ് വന്നു, അത് ഇതാവുന്നില്ല. ഞാൻ കുറച്ച് കളിച്ചാൽ പിന്നെ അത് റെഡി ആയിട്ടോ. പിന്നെ അവിടെ എത്തി, ഞങ്ങൾ ബട്ടർ റോഡ് എത്തി. അവിടേക്ക് ഇതാ അങ്ങനെ പോവുകയാണ്. കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ അത് അവിടെ കുറച്ച് ഇരുന്ന്, നല്ല വെയിലും ഉണ്ട്, മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആ സമയത്ത്. ഇത് ആരാന്നറിയോ, ഇതാണ് എൻ്റെ മോള് കേട്ടോ, അമ്മക്കുട്ടി. അശ്വതി എന്നാണ് പേര്, അമ്മു എന്നാണ് ഞങ്ങൾ വിളിക്കുക. പിന്നെ ഇവൾക്ക് ക്യാമറേൻ്റെ മുന്നിലേക്കൊക്കെ വരാൻ ഇഷ്ടമല്ല, മടിയായിട്ടാണ്. ഇതിപ്പോൾ ഞാൻ മുഖമൊന്നും കാണിക്കുന്നില്ല, ഞാൻ ഇങ്ങനെ പറയുന്നൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അങ്ങനെ ഇതാ കൈയേറ്റം കാണിച്ച് അങ്ങനെ തരുന്നുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2 ദിവസം മുന്നേ ഒരു ഓൺ വോയിസ് വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. അപ്പോൾ അതിലെങ്കിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടേ. അപ്പോൾ എനിക്കത് ഒരുപാട് ഇഷ്ടമായിട്ടോ കമൻറ്റ്. അതിന് ഒരു മറുപടി തരാമെന്ന് വിചാരിച്ചാണ്. കാരണം എനിക്ക് പണിയൊക്കെ ഉണ്ട്. ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 9:30 മുതൽ 5:30 വരെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം വീട്ടിലുള്ള പണി കഴിഞ്ഞിട്ട് റീൽസിൻ്റെ ഒരു ഇത് എനിക്ക് ഇഷ്ടമായതിനെ കൊണ്ട് അങ്ങനെ ഞാൻ എടുക്കുന്നതാണ് റീൽസ്. അല്ലാണ്ട് പണിയൊന്നും ഇല്ലാതെ ഇരിക്കുന്നൊന്നുമല്ല, പണിയൊക്കെ ഉണ്ട്. പിന്നെ പക്ഷേ എനിക്ക് ആ കമൻറ്റിനോട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ ഓൺ വോയിസ് വന്നിട്ട് അതിനെനിക്ക് ഒരുപാട് കമൻറ്റും ലൈക്കും വ്യൂസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കമൻറ്റും ലൈക്കും ഒക്കെ തന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓരോടൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. ഓരോരുത്തരായിട്ട് പറയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അങ്ങനെ അവിടുന്ന് പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന്, പിന്നെ ഞങ്ങൾ അവിടെ അപ്പോഴത്തേക്ക് കടകൾ ഒന്ന് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു ഉപ്പിലിട്ടത് മേടിച്ച് വന്നു അവൾ. അപ്പോൾ അത് ഞങ്ങൾ അത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അത് മാത്രം കഴിച്ച് ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.